ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ലക്ഷ്മി നക്ഷത്രയുടെ യൂട്യൂബ് ചാനൽ വഴി അനീഷ് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലെ ബിഗ് ബോസിലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് എടുത്തു വെച്ച് കുറച്ച് ആളുകൾ വീഡിയോസ് ചെയ്യുന്നു, കമന്റ് ചെയ്തു, മറ്റേയാളെ വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും 24/7 ലൈവ് വ്യക്തമായി കണ്ടവർക്കറിയാം, സ്ക്രീൻ പ്രസൻസിന് വേണ്ടിയിട്ടും അത് ഏത് തരം കണ്ടന്റ് വെളിയിൽ പോകണം, എല്ലാ തരത്തിലുള്ള കണ്ടന്റുകളും വെളിയിൽ പോകണം എന്നുള്ള ആഗ്രഹത്തിലും അവരെന്തൊക്കെ അവിടെ ചെയ്തു കൂട്ടിയിട്ടുണ്ടെന്നുള്ളത്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തി എന്ന് പറയുന്നത് അവിടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എത്രയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും, ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മോഹൻലാൽ ഒരു സ്ത്രീയെ നോക്കി നിങ്ങൾക്ക് നാണമുണ്ടോ സ്ത്രീയെ എന്ന് ചോദിക്കുന്നത്. അന്ന് മോഡേൺ കുലസ്ത്രീ ചമഞ്ഞ് ഇപ്പോൾ നടക്കുന്ന ആ സ്ത്രീക്ക് വേണ്ടിയിട്ട് ഏറ്റവും തരം താണ രീതിയിൽ വീഡിയോസ് ചെയ്യുകയും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ രണ്ട് വ്യക്തികൾക്ക് ഒരു ജീവിതമുണ്ടെന്ന് പോലും ചിന്തിക്കാതെ അവരെ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറാൻ വേണ്ടി ഇട്ടുകൊടുക്കുകയും ചെയ്ത ആളുകളാണ്. അയ്യോ, ഇന്ന് മോഡേൺ കുലസ്ത്രീക്ക് ഒരു ജീവിതമുണ്ട്, വീണ്ടും എന്തിനാണ് ഇതൊക്കെ കുത്തിപ്പൊക്കുന്നത്, എന്തിനാണ് ഇതൊക്കെ പറയുന്നത്, അതൊക്കെ കഴിഞ്ഞില്ലേ, ഇപ്പൊ ഇപ്പൊ ന്യായീകരിക്കുകയാണ്. അന്ന് ആ ഒരു ഷോയിൽ അങ്ങനെ ഒരു കാര്യം അവിടെ സംസാരിക്കുമ്പോൾ ഈ ന്യായീകരിച്ച തൊഴിലാളികൾക്കൊന്നും, ഈ ന്യായീകരണമായിട്ട് വരുന്ന തൊഴിലാളികൾക്കൊന്നും ആ ചിന്തയില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യമാണ്, അവൾ അതൊക്കെ ചെയ്തത് ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണ്, പിന്നെ അത് അങ്ങനെയൊന്നും അല്ല, അതൊരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണ്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയാണ്, തമാശ കാണിക്കാൻ വേണ്ടി അത് കോമഡി ഷോ അല്ല. അത് മനസ്സിലാക്കാത്ത ഒരാളെയാണ് വിന്നറാക്കിയത്. പിന്നെ അതല്ല, ഇപ്പോൾ നിലവിലുള്ള പ്രശ്നങ്ങളുടെ ആരംഭം എന്ന് പറയുന്നത്, ഇവർക്ക് ബിഗ് ബോസിന് ശേഷം ഒരു ഓൺലൈൻ മീഡിയ ചാനൽ ഒരു അവാർഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൽ അവാർഡ് കിട്ടിയതിന് ശേഷം അനീഷ് സോഷ്യൽ മീഡിയയിൽ അത് പോസ്റ്റ് ചെയ്തപ്പോൾ അതിന് കൊടുത്ത ക്യാപ്ഷനെ ചൊല്ലിയാണ് പിന്നീട് ഇങ്ങോട്ട് ഇവരുടെ ആക്രമണങ്ങൾ നേരിടേണ്ടിയായിട്ട് വന്നത്. അതിൽ അയാൾ പറഞ്ഞിരുന്ന ക്യാപ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. അയാൾ അതിൽ പറഞ്ഞതിൽ എന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിൽ പറഞ്ഞിരുന്നത്, എനിക്ക് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടി പ്രിയങ്കയും അതുപോലെ ടെലിവിഷൻ സീരിയൽ കോമഡി ഷോകളിൽ അഭിനയിച്ചിട്ടുള്ള നടി അനിമോളും ചേർന്നാണ് എനിക്ക് അവാർഡ് തന്നിട്ടുള്ളതെന്ന്. ഇവരെ നടി എന്ന് പരാമർശിക്കുന്നതോ അതോ ബിഗ് ബോസ് വിന്നർ എന്ന് പരാമർശിച്ചില്ല എന്നുള്ളതാണ് വിഷയം. അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ബിഗ് ബോസ് വിന്നർ എന്നതിനേക്കാളും ഞാനൊക്കെ മൂല്യം കൽപ്പിക്കുന്ന ഒരു നടി എന്ന് പറയുന്നതിനാണ്. മികച്ച നടിക്ക് കേരള സ്റ്റേറ്റ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയിൽ നിന്ന് അവാർഡ് മേടിച്ച ഈ വ്യക്തിയാണ് എന്നെ സോഷ്യൽ മീഡിയയിൽ, അവരുടെ കൂട്ടാളികളും പറയുന്നത്, അവരെ സോഷ്യൽ മീഡിയയിൽ അനീഷ് അപമാനിച്ചു. കാരണം അവരെ നടി എന്ന് പറഞ്ഞ് അപമാനിച്ചു. കാരണം ബിഗ് ബോസ് വിന്നർ എന്ന് പറഞ്ഞില്ല എന്ന്. കാരണം ഇവര് കടന്നു വന്നത്, ഇവർക്ക് ഇത്രയും ഫാൻസ് ഉണ്ടായത്, അതുപോലെ ഇത്രയും മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടായതൊക്കെ ഒരു കോമഡി ഷോയിൽ പങ്കെടുത്തത് കൊണ്ടാണ്. ഇവരുടെ വളർച്ചയുടെ ആദ്യഘട്ടം എന്ന് പറയും, ഇവരെ ഒരു സീരിയൽ ആർട്ടിസ്റ്റ് ആയിരുന്നു ഇവർ. അതിൽ നിന്ന് അവർ പിന്നെ ആ കോമഡി ഷോയിൽ വന്നു. അതാണ് ആ ഷോയാണ് ഇവർക്കൊരു ഫെയിം ഉണ്ടാക്കി കൊടുത്തത്. അതൊക്കെ എന്താണ് ഈ ന്യായീകരണ തൊഴിലാളികൾ മറന്നുപോയത്. അപ്പോൾ ഇവരെ മറ്റുള്ളവർ ന്യായീകരിക്കുന്ന പോലെ തന്നെ ഞാൻ അനീഷിനെ ന്യായീകരിക്കാന്ന് കൂട്ടിക്കോളൂ. കാരണം അനീഷ് ചിലപ്പോൾ അതിനായിരിക്കാം മൂല്യം കൊടുത്തിട്ടുള്ളത്. ഒന്നിച്ചൊരു പ്ലാറ്റ്ഫോമിൽ ഒരേ റിയാലിറ്റി ഷോയിൽ മത്സരിച്ച് അവരെ ചിലപ്പോൾ ഒരു മത്സരാർത്ഥി എന്നതിനെ അങ്ങനെ വില കുറച്ച് കാണുന്നതിനേക്കാൾ നല്ലത് ഒരു മികച്ച നടിയായിട്ട് കാണുന്നതായിട്ടായിരിക്കും തോന്നിയത്. കാരണം ഒരു അവാർഡൊക്കെ മേടിച്ചൊരു നടിയാണല്ലോ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഒരു നടിയുടെ കയ്യിൽ നിന്ന് അവാർഡ് മേടിക്കുന്നു എന്ന് പറയുന്ന അനീഷിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമല്ലേ. ഒപ്പം മത്സരിച്ചൊരു മത്സരാർത്ഥിയിൽ നിന്നേക്കാളും മികച്ച നടിയിൽ നിന്ന് മേടിക്കുന്ന ഒരു അവാർഡ്, വിന്നറിന്റെ കയ്യിൽ നിന്ന് അവാർഡ് മേടിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അപ്പോൾ അങ്ങനെ പറയുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അങ്ങനെ ചിന്തിച്ചുകൂടെ? പിന്നെ ബിഗ് ബോസ് ഷോയിൽ അവർ മികച്ച അഭിനയമാണല്ലോ കാഴ്ചവെച്ചത്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന വിഷയം, അവർ അനീഷിനോട് കാണിച്ചതൊക്കെ അവർ തമാശയ്ക്ക് അഭിനയിച്ചതാണെന്നാണല്ലോ. അപ്പോൾ എനിക്ക് ഇത്രയും ഒറിജിനാലിറ്റി തോന്നുന്ന രീതിയിൽ അഭിനയിക്കുന്ന അവർ ഒരു മികച്ച നടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവർ അതിൻ്റെ അകത്ത് ഫ്ലൈയിങ് കിസ് പറപ്പിച്ചു വിട്ടതും ബാക്കി ചില കാര്യങ്ങളും വെറും കോപ്രായം മാത്രമാണെന്ന് അറിയാം. അതിലുപരി അവർ പല സന്ദർഭങ്ങളിലും അവർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ അവിടെ പലതും കാണിച്ചു കൂട്ടി. ഇവരെ ന്യായീകരിക്കുന്ന ആളുകളോട് മോഹൻലാൽ ഈ വിഷയം മാസ് പ്രമോ ഒക്കെ ആയിട്ട് വന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ചോദിക്കണമെങ്കിൽ ഇവരുടെ അഭിനയം അനീഷിനെ പോലെ അവരും തെറ്റിദ്ധരിച്ചത് കൊണ്ടല്ലേ. അപ്പോൾ അവർ മികച്ച നടി എന്ന് പറയുന്നതിലും അവർ വിന്നർ എന്ന് പറയുന്നതിനേക്കാൾ അവർ മികച്ച നടി എന്ന രീതിയിൽ അതാണ് അവർക്ക് ചേരുന്ന പേര്. അതുപോലെ തന്നെ മികച്ച അഭിനയം കാഴ്ചവെച്ചത് കൊണ്ട് മാത്രമാണ് അങ്ങനെ അവർക്ക് വിന്നറാകാനായിട്ട് സാധിച്ചത്. അങ്ങനെ മികച്ച അഭിനയം കാഴ്ചവെച്ച് വിന്നറായ ഒരു വ്യക്തിയാണ് അവര്. അതിലെന്താണ് തെറ്റ്? റിയാലിറ്റി ഷോയെ പോലും ഒരു കോമഡി ഷോയാക്കി മാറ്റി. അതുപോലെ തന്നെ അതിലും പല കാര്യങ്ങളും ഞാൻ അഭിനയിച്ചതാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരാളെ ന്യായീകരിക്കുന്നവരോട് എനിക്ക് പുച്ഛം മാത്രമാണ്. പിന്നെ അനീഷ് ഇപ്പോൾ അത് മനഃപൂർവ്വം എടുത്തിട്ടതല്ല. അനീഷിനോട് ഇന്റർവ്യൂവിൽ അങ്ങനെ ഒരു കാര്യം ചോദിച്ചപ്പോൾ അതിന് മറുപടി അയാൾ വ്യക്തമായിട്ട് പറഞ്ഞു.
എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് തോന്നിയിരുന്നു. കാരണം ഈ ഇന്റർവ്യൂ നടത്തുന്ന ആൾ ആരാണെന്നുള്ളത് അറിയാമല്ലോ. കാരണം വർഷങ്ങളായിട്ട് ഈ പറയുന്ന വ്യക്തിയെ ഒരുപാട് വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരാളാണ് ഈ അനീഷിനെ ഇന്റർവ്യൂ ചെയ്തത്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഈ വിഷയം ചോദിക്കുമെന്നും അറിയാം. അപ്പൊ ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം ആ ഒരു മറ്റൊരു ഷോയാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അവർക്ക് എന്താണ് ആവശ്യമുണ്ടായിരുന്നത് അവരത് എടുത്തു. കാരണം അവർക്ക് അവരുടെ പ്രോഗ്രാമിന് റീച്ച് വേണം. അപ്പം അതവർ ചെയ്തു. പിന്നെ അനീഷിന്റെ ഭാഗം പറഞ്ഞൂടെ, അനീഷിന് തോന്നിയ കാര്യങ്ങൾ പറയുന്നതിൽ എന്താണ് തെറ്റ്? ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് മറ്റുള്ളവരെ ന്യായീകരിച്ച് അവർക്ക് തോന്നുന്ന രീതിയിൽ ഈ ഒരു വിഷയത്തെ ന്യായീകരിക്കുന്നത് പോലെ തന്നെ അനീഷിന്റെ തോന്നിയ ഫീലിങ്സ് പറയുന്നതിൽ എന്താണ് തെറ്റ്? ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന്. കാരണം ഇവളുടെ പലപ്പോഴും അനീഷിന് വാരി കൊടുക്കുന്നു, അനീഷിനെ മാത്രം പ്രത്യേകം കെയർ ചെയ്യുന്നു. എന്തൊക്കെ കോപ്രായങ്ങളാണ് ഇവർ കാണിച്ചിട്ടുള്ളത്. കാരണം പൊതുവേ അങ്ങനെ ആരോടും ഇടപെടാത്ത ഒരു അനീഷ് ഇവർക്ക് മാത്രം കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവർ ചെന്ന് കഴിഞ്ഞ ഫസ്റ്റ് വീക്ക് മുതൽ ഇവർ കൊടുത്തിട്ടുള്ള ഒരു കെയറിങ് ആണ്. അത് ഇവർ മനഃപൂർവ്വം ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇവർക്ക് ഷോയിലൊരു പെയർ വേണമായിരുന്നു. അതിന് പെയറിനെ ആദ്യം ഒരു മറ്റ് ചിലരെയൊക്കെ ട്യൂൺ ചെയ്ത് നോക്കി, അത് നടന്നില്ല. അപ്പോൾ അവരുടെ വൈരാഗ്യം പോലെ മറ്റു വിഷയങ്ങളിലേക്ക് പോയി. അതൊക്കെ ആ ഒരു ഗെയിം കഴിഞ്ഞു, ആ ഒരു ഷോ കഴിഞ്ഞു. അതുകൊണ്ട് ആ ഒരു വിഷയത്തിലേക്ക് കൂടുതൽ ചർച്ച ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഷോ വ്യക്തമായിട്ട് കണ്ടിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാവും ഇവർ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. കാരണം പിന്നെ ഈ സ്ത്രീയെ നേരത്തെ തൊട്ട് പല ഷോയിലും കണ്ടിട്ടുള്ളത് കൊണ്ട് ഇവരുടെ സ്വഭാവം ഇന്നതാണ്. പിന്നെ അനീഷിന് തോന്നിയ ഒരു ഫീലിങ്സ് അതെന്താണോ ആ ഷോ കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് അത് അവിടെ വെച്ച് തന്നെ ക്ലാരിറ്റി വരുത്താൻ ശ്രമിച്ചു. അതിലെന്താണ് തെറ്റായിട്ടുള്ളത് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക്? കാരണം ആ ഷോയിൽ തുടങ്ങിയ ഒരു കാര്യം, ആ ഷോയിൽ ഫീൽ ചെയ്ത ഒരു കാര്യം, അത് അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് അതിന് ക്ലാരിറ്റി വരുത്തി. അതല്ലായിരുന്നുവെങ്കിൽ അത് കഴിഞ്ഞ് ഷോ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇവർ തേച്ചു മറ്റേത് മറിച്ച് ഇവർ ഓൺലൈൻ മീഡിയാസിന് മുമ്പ് എന്തെല്ലാം കോപ്പായം കാണിച്ചു. അനീഷ് എപ്പോഴെങ്കിലും ഒരു ഓൺലൈൻ മീഡിയയുടെ മുമ്പിൽ ഈ അനുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും അനീഷ് എയർപോർട്ടിൽ വന്നപ്പോൾ പോലും ഓൺലൈൻ മീഡിയാസ് ചോദിച്ചപ്പോൾ അനീഷ് മിണ്ടിയിട്ടില്ല അല്ലേ? പിന്നീട് ഇവരിങ്ങനെ അനീഷിനെ പലയിടത്തും ഉപയോഗിക്കുന്നത് കണ്ടപ്പോഴാണ് അനീഷ് ലൈൻ കെട്ടെന്ന് വീണ്ടും പറയേണ്ടതായിട്ട് വന്നത്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് ഈ ഒരു വിഷയത്തിൽ അനീഷിന്റെ ഭാഗത്ത് മാത്രമാണ് ന്യായമുള്ളത്. ഇവർ ആ ഒരു പ്രപ്പോസൽ സീൻ കഴിഞ്ഞതിന് ശേഷവും അന്ന് അത് മൊത്തം ആ ഒരു ദിവസം മൊത്തം അത് കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് അല്ലേ? അങ്ങനെ ഒരു സ്ത്രീയാണ് പലരും ന്യായീകരിക്കുന്നത്. എനിക്ക് എന്ത് കണ്ടിട്ടാണ് അനീഷ് എന്നൊരു വ്യക്തിയെ ബിഗ് ബോസിൽ കണ്ടിട്ടുള്ളത് വെച്ച് പറയുകയാണെങ്കിൽ അയാൾ എല്ലാം കാണുന്നതെല്ലാം വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ നുണയോ കള്ളത്തരവോ കൂട്ടിപ്പിടിപ്പിക്കുന്നോ അങ്ങോട്ടും പോകാറുള്ള ഒരാളല്ല. സുഹൃത്ത് ബന്ധത്തിലാണെങ്കിലും അങ്ങേയറ്റം വാല്യൂ കൽപ്പിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ കള്ളത്തരവും ഇതൊന്നും പെട്ടെന്ന് മനസ്സിലാവത്തില്ലായിരിക്കാം. കാരണം ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിന്ന് വന്ന ഒരാളല്ല. അപ്പോൾ സെലിബ്രിറ്റികൾക്കും നടികൾക്കും ഒക്കെ എങ്ങനെ വേണമെങ്കിലും അഭിനയിക്കാൻ പറ്റും, കണ്ടന്റ് കൊടുക്കാനായിട്ട് സാധിക്കും. ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ചിലപ്പോൾ അത് മനസ്സിലായി എന്ന് വന്നില്ലായിരിക്കാം. പക്ഷെ അതിൽ ഇറങ്ങുന്നതിന് മുമ്പ് അതിനൊരു ക്ലാരിറ്റി വരുത്തിയിട്ട് അയാൾ ഇറങ്ങാനായിട്ട് ശ്രമിച്ചു. അതിനെ പലരും തെറ്റിദ്ധരിപ്പിച്ചു, പല രീതിയിൽ അതിന് വ്യാഖ്യാനങ്ങൾ ഉണ്ടായി. എന്നിരുന്നാലും പ്രേക്ഷകരുടെ മനസ്സിലെ വിന്നർ എന്നും അനീഷ് തന്നെയാണ്. കാരണം 0 ഫാൻ ബേസിൽ നിന്ന് വന്നുപോയി ഒരു സാധാരണക്കാരനായിട്ട് അവിടെ ചെന്ന് ഒരു സെലിബ്രിറ്റിക്കൊപ്പം 1 മില്യണോളം ഫോളോവേഴ്സ് ഉള്ള ഒരു സെലിബ്രിറ്റികൾക്കൊപ്പം മത്സരിച്ച് ഇങ്ങനെ സെക്കൻഡ് പൊസിഷനിൽ വരെ എത്തണമെന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് പ്രേക്ഷകർ കൊടുത്തൊരു സപ്പോർട്ടാണ്. അയാളുടെ ക്വാളിറ്റി കണ്ടിട്ട് പ്രേക്ഷകർ കൊടുത്തിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. പിന്നെ 24 മണിക്കൂർ ലൈവ് 24/7 ലൈവ് കണ്ടിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ ഈ ഒരു വിഷയത്തിൽ അനീഷിന്റെ ഭാഗത്ത് മാത്രമാണ് ന്യായം. കാരണം അതിൽ പല കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. പിന്നെ ആ ഷോ കഴിഞ്ഞ് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായിട്ടില്ല. പിന്നെ ഇത്രയും വീഡിയോസ് കാര്യങ്ങളൊക്കെ പലരും ചെയ്യുന്നത് കണ്ടതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇതിൻ്റെ അത് പ്രതികരിക്കണമെന്ന് തോന്നിയത്. കാരണം ഒരു ക്വാളിറ്റിയുള്ള മനുഷ്യന് വേണ്ടി പ്രതികരിക്കുന്നതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ. വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.